അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രാവിലെ ഉണ്ടാക്കുന്ന ചായയും കടിയും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ വന്നേക്കിന് എന്നെ വേഗം അടുക്കളയിൽ കയറി നമ്മളെന്താ ചെയ്യല്, ചായ ഉണ്ടാക്കൂലേ. അപ്പോൾ അത് ഞാനും ഉണ്ടാക്കി വെച്ചു. പിന്നെ അടുത്ത പരിപാടി കടി ഉണ്ടാക്കലാണ്. രാവിലെ ഞാൻ അങ്ങനെ എന്നും ആലോചിച്ച് വെക്കട്ടെ എന്താ കടി ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ ഇന്ന് ആലോചിക്കാനൊന്നും നിൽക്കാനില്ല. ഇന്ന് രാത്രി തന്നെ ഇഡ്ഡലിക്കുള്ള മാവ് അരച്ച് വെച്ചതുകൊണ്ട് ആലോചിച്ച് നിൽക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നിന്നു. ഇഡ്ഡലിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ അതിൽ കാണിക്കണില്ല കേട്ടോ. ഇഡ്ഡലിയൊക്കെ അപ്പോൾ മിക്കവാറും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിപ്പിയൊന്നും ഇതിൽ കാണിക്കണില്ല. ഇഡ്ഡലിക്ക് തൊട്ട് കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി തക്കാളി ചട്നീൻ്റെ റെസിപ്പി അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇന്നത്തെ താരം. ആ ചട്നീൻ്റെ കൂടെ ഇഡ്ഡലി ചേരുമ്പോൾ ഉണ്ടല്ലോ, അത് സംഗതി വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഒന്നാണ്ട് അടുപ്പത്തേക്ക് വെച്ചുകൊണ്ട് നമ്മൾ ചട്നി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ചട്ടി വെച്ചുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് അതിലേക്ക് വലിയ ഉള്ളി ഉണ്ടല്ലോ, ഒരു ഉള്ളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആ ഒരു ഉള്ളി നന്നായി വാടി വരണം. എനിക്കിവിടെ വാടി വരാനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഉണക്കമുളക്, വെളുത്തുള്ളി അതൊക്കെ അങ്ങനെ തന്നെ അയക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചപ്പും നമ്മളിതേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മകന് പോകാൻ തിരക്കൂട്ടി നിൽക്കണോണ്ട് തന്നെ ഇത് വാടി വരാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നും വാടി വന്നതിൻ്റെ ശേഷം, നല്ലോണം വാടൊന്നും വേണ്ട, ഒന്നും വാടി വന്നതിൻ്റെ ശേഷം ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് മുന്നേ വേണേൽ ഇട്ട് കൊടുക്കുക. എനിക്കിവിടെ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ഒരു 3-4 തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. എനിക്ക് കുറച്ച് വേണം, അതുകൊണ്ട് ഞാൻ 3-4 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇഡ്ഡലി ഇവിടെ അപ്പുറത്തെ അടുപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കാം, വെന്തുകണം നോക്കാം. തക്കാളി ഉള്ളി നന്നായി വാടി വന്നതിന് ശേഷം നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊണ്ട് അരച്ചെടുക്കണം. ഞാൻ ഇവിടെ ചൂടോട് കൂടിയാണ് അരച്ചെടുക്കണത്. ഞാൻ പറഞ്ഞല്ലോ ടൈമില്ല, ഇവിടെ വെയിറ്റിങ്ങിലാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം അരച്ചെടുത്താൽ മതി. ചട്ടിൻ്റെ ചൊറുക്കും കാര്യങ്ങളൊന്നും നോക്കണ്ട കേട്ടോ. അതൊക്കെ കുറച്ച് പഴയ ചട്ടിയാണ്, അതിമക്കൊന്നും നിങ്ങളാരും ശ്രദ്ധിക്കണ്ട. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ നമുക്ക്. അപ്പോൾ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ചെറിയൊരു പരിപാടിയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളൊരു ചട്ടി ഒഴിച്ച് കൊടുത്തുകൊണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടിക്കുക, കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടുക, ഈ ചട്നി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം നീട്ടിയാൽ ഇതിൻ്റെ ടേസ്റ്റ് പോവും, അതുകൊണ്ട് വെള്ളം ഒരുപാട് ഒഴിക്കണ്ട. ഞാൻ മിക്സിൻ്റെ ജാറ് കുറച്ച് ചുഴറ്റിക്കാണ്ട് അതിലേക്ക് പാരുന്നുണ്ട്. ഇത് വല്ലാതെ വെള്ളം നീട്ടണ്ട കേട്ടോ. ഒരുപാട് വെള്ളം നീട്ടിയാൽ ഇതിൻ്റെ ടേസ്റ്റാണ് പോയി കിട്ടും. ഇത് കുറഞ്ഞ വെള്ളത്തിൽ അങ്ങനെ ആ ചട്നി ഇങ്ങനെ തൊട്ട് കൂട്ടുമ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഇഡ്ഡലി ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ഇഡ്ഡലി. ഈ ഒരു ഇഡ്ഡലിക്ക് ആ തക്കാളി ചമ്മന്തി തൊട്ട് കൂട്ടിയാണ് കഴിക്കാണ്ടല്ലോ എൻ്റെ പൊന്നോ, എന്തൊരു ടേസ്റ്റ് അറിയോ. നിങ്ങളാരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ചട്നി ഒന്ന് ഉണ്ടാക്കി നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. ഇഡ്ഡലിൻ്റെ കൂടെ ഈ ഒരു ചട്നി കഴിക്കാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.